നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂലൈ 1 മുതൽ 31 വരെ, അതായത് മിഥുനം 17 മുതൽ കർക്കിടകം 15 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. കാർത്തിക നക്ഷത്രജാതർക്ക് പൊതുവെ സന്തോഷകരമായ ജീവിതാന്തരീക്ഷമാണ് ജൂലൈ മാസത്തിൽ കൈവരുന്നത്. ശാസ്ത്രം, സാങ്കേതികം, വിജ്ഞാനം തുടങ്ങിയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അളവറ്റ പ്രോത്സാഹനങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്ന മാസമാണ്. കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതായി കാണുന്നുണ്ട്. തങ്ങൾ എത്തിച്ചേരുന്ന എല്ലാ കർമ്മരംഗങ്ങളിലും തന്നെ ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളും വിജയവുമാണ് കാത്തിരിക്കുന്നത്. തങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെ തൻ്റെ അഭ്യുദയകാംക്ഷികളും സഹപ്രവർത്തകരുമായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ വളരെ വലിയ അത്ഭുതപൂർവമായ വിജയവും അതുമുഖേന ലഭിക്കുന്ന അംഗീകാരങ്ങളും പ്രശസ്തിയും കീർത്തിയുമാണ് കരഗതമാവുന്നത്. നിലവിലുള്ള സ്നേഹബന്ധങ്ങൾ ഇഷ്ടപ്പെട്ട വിവാഹത്തിലേക്ക് എത്തുന്നതായും അങ്ങനെ സമാധാനവും സന്തോഷവും നിറഞ്ഞ വിവാഹ ജീവിതം കൈവരുകയും ചെയ്യുന്നു. ജീവിത പങ്കാളിയിലൂടെ കൈവരുന്ന ഭാഗ്യങ്ങൾ നിങ്ങൾക്കായി ഈ മാസം കാത്തിരിക്കുന്നുണ്ട്. അധ്യാപക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ പഠനരീതിയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ സൽകീർത്തിയും സാമ്പത്തിക നേട്ടവും പ്രശസ്തിയും നേടിക്കൊടുക്കുന്നതാണ്. മെക്കാനിക്കൽ രംഗം ഉൾപ്പെടെ പട്ടാളം, പോലീസ് തുടങ്ങിയ കേന്ദ്ര, കേരള സർക്കാർ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉദ്യോഗക്കയറ്റത്തിനും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ജൂലൈ മാസം അവസരങ്ങൾ വന്നു ചേരുന്നതായി തെളിയുന്നുണ്ട്. ഇനി സ്വന്തമായി ഭൂമി വാങ്ങി വീട് വയ്ക്കുവാനും ഫ്ലാറ്റ് സ്വന്തമാക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. നിലവിലുള്ള ജോലിയായാലും കർമ്മരംഗമായാലും ഇതിൽ തുടരുന്നതിൽ ഒട്ടും തന്നെ അപാകതയോ ഭയപ്പാടോ വേണ്ടതില്ല. തന്നെയുമല്ല, നിങ്ങളിൽ എത്തിച്ചേരുന്ന പുതിയ ജോലിയോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ പരിപൂർണമായ വിജയം നേടുവാനും അത് തുടർ ജീവിതത്തിൽ വളരെ ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നതായി കാണുന്നു. അർഹതയില്ലാത്തവർക്ക് ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ മൂലം നിങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ നിഷ്കർഷതയോടെ, ശ്രദ്ധയോടെ ആലോചിക്കുന്നതും പ്രവർത്തിക്കുന്നതും അത്യുത്തമമായിരിക്കും. സാമ്പത്തിക മേഖലകളിലും രാജ്യരക്ഷാ ഭരണമേഖലകളിൽ എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്കും ജൂലൈ മാസം വളരെ നല്ല ഗുണഫലങ്ങളാണ് നൽകുന്നത്. ഓട്ടോമൊബൈൽ, അധ്യാപനം, കല, സാഹിത്യം, സിനിമ തുടങ്ങിയ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പുതിയ വരുമാന മാർഗങ്ങൾ വന്നുഭവിക്കുന്നു. സമാധാനപൂർവമായ ജോലി, കുടുംബ സാമൂഹിക ബന്ധങ്ങൾ എന്നിവയും കാണുന്നുണ്ട്. നറുക്കെടുപ്പിലോ ഓഹരി ഇടപാടുകളിലോ ഉള്ള സാമ്പത്തിക വ്യയങ്ങൾ, അതായത് സാമ്പത്തിക ചിലവുകൾ നിങ്ങളെ സാമ്പത്തികമായുള്ള അസ്വസ്ഥതകളിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. ഇനി ജോലി, ബിസിനസ്, കർമ്മസംബന്ധമായുള്ള നീണ്ട യാത്രകൾ നടത്തേണ്ടതായി വരുന്നുണ്ട്. തൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഫലങ്ങൾ കൈവരുന്നതായി അനുഭവപ്പെടുന്ന മാസമാണ് ജൂലൈ. മാതാപിതാക്കൾക്കും ഗുരുസ്ഥാനീയർക്കും വളരെയധികം സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്നതായാണ് തെളിയുന്നത്. ഇനി വിവാഹിതർക്കാണെങ്കിൽ തങ്ങളുടെ ജീവിത പങ്കാളി മുഖേന ലഭിക്കുന്ന ഉയർന്ന ജീവിത നിലവാരവും സുഖസൗകര്യങ്ങളും അനുഭവയോഗ്യം. സന്താനങ്ങൾക്കായി നോക്കുന്നവരാണെങ്കിൽ വളരെ അനുകൂലമായ സമയമാണ്. കുടുംബത്തിൽ ഗർഭിണികളുണ്ടെങ്കിൽ അവർക്ക് സൽസന്താനങ്ങൾ ഉണ്ടാവുന്നു, മംഗളകാര്യങ്ങൾ വന്നുഭവിക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കാർത്തിക നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ജന്മാവസ്ഥ മൂലം കുടുംബത്തിനും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഐശ്വര്യവും അഭിവൃദ്ധിയുമാണ് വന്നു ചേരുന്നത്. ഈ ജൂലൈ മാസത്തിൽ തന്നെ ഇതെല്ലാം തന്നെ അനുഭവയോഗ്യമായി തീരുന്നു.
ജോലിക്കാർക്ക് ജോലിസ്ഥലത്തോ കർമ്മസ്ഥലത്തോ ഉള്ള ഭിന്നാഭിപ്രായങ്ങൾ ഏകോപിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ അത്യാവശ്യമായി വരുന്നുണ്ട്. തുടക്കത്തിൽ ചില കാര്യങ്ങൾക്കെല്ലാം തന്നെ തടസ്സങ്ങൾ തോന്നിയേക്കാമെങ്കിലും അതെല്ലാം ക്രമേണ മാറുകയും ഫലവത്തായ പുരോഗതിയിലേക്ക് നീങ്ങുന്നതായും കാണുന്നു. കുടുംബത്തിൽ പൊതുവെ സാമ്പത്തിക ഭദ്രത, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം എന്നിവ ഭവിക്കുന്നു. പുതിയ വാസസ്ഥാനത്തിലൂടെയുള്ള സാമ്പത്തികാഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും നിങ്ങളെ കൂടുതൽ ഉത്സാഹഭരിതരാക്കുന്നു. സമയാനുസരണം തങ്ങളോ മറ്റു കുടുംബാംഗങ്ങളോ മുടക്കിയതോ മറന്നതോ ആയ ക്ഷേത്രദർശനങ്ങളോ വഴിപാടുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാ പിതൃകർമ്മങ്ങളുണ്ടെങ്കിൽ അതും ചിട്ടയോടെ യഥാവിധി നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പറഞ്ഞതുപോലെ മുടങ്ങിയതോ മുടക്കിയതോ മറന്നുപോയതുമായ വഴിപാടുകളോ ക്ഷേത്രദർശനങ്ങളോ മാതാപിതാ പിതൃകർമ്മങ്ങളോ പൂർവികരുടെ കർമ്മങ്ങളോ ചെയ്യുവാനുണ്ടെങ്കിൽ, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിട്ടയോടെ ഈ കർക്കടക മാസത്തിൽ തന്നെ നടത്തുന്നത് ഉത്തമവും അഭിവൃദ്ധിദായകവുമാണ്. ദൈവാനുകൂലത്തിനായി മാസത്തിൽ ഒരിക്കൽ ഉപവാസം നടത്തുകയും കൂടാതെ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ പോയി പ്രാർത്ഥിക്കുന്നതും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുമുള്ള ഭാഗ്യം നേടിത്തരുകയും ചെയ്യുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.